നിഫ്റ്റിയെ സംബന്ധിച്ച് 21,600 എന്നൊരു ലെവലും മറികടന്നുകൊണ്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 21,615 എന്ന റേഞ്ചിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചത്. നിലവിൽ നോക്കുമ്പോൾ 21,629 എന്നൊരു 642 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭൂരിഭാഗം ഓഹരികളും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ടേക്കുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 22 റെസിസ്റ്റൻസ് ഏരിയ 22,000 പോയിന്റ് തന്നെയായിരിക്കും. ആൻഡ് മേജർ സപ്പോർട്ട് 21,200 പോയിന്റ്സ്. സോ 21,200 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരും. യെസ് പ്രതീത് സർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിലേക്ക് നോക്കുമ്പോൾ 380 പോയിന്റുകളുടെ ഒരു നേട്ടത്തിൽ 46,000 കടന്നുകൊണ്ടാണ് നിഫ്റ്റി ബാങ്ക് നിലവിൽ പെർഫോം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ ബാക്കിയുള്ള സെക്ടറൽ സൂചികകളെയൊക്കെ അപേക്ഷിച്ച് നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് 4.56% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കുമോ? അതല്ല എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരിക്കലും നമുക്ക് അണ്ടർ പെർഫോമൻസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഡിസംബർ 28 തീയതി നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയിരുന്നു, 48,636 പോയിന്റ്. സോ ബട്ട് അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ 3-4 ദിവസത്തിനിടെ നമ്മൾ കണ്ടത് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, എസ്പെഷ്യലി HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ഈ 3 സ്റ്റോക്സിലായിരുന്നു ഏറ്റവും കനത്ത സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്നായിരുന്നു നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വലിയൊരു ഇടിവ് കാണാൻ സാധിച്ചത്. അറ്റ് ദിസ് മൊമെന്റ് ഈ 3 സ്റ്റോക്സിലും എനിക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം PSU ബാങ്കിങ് ഇൻഡെക്സ്, PSU ബാങ്ക് സ്റ്റോക്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും പല PSU ബാങ്ക് സ്റ്റോക്സിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിനെ കുറിച്ച് സർ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രോഫിറ്റിലൊക്കെ ഒരു 17% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റിയിലും വളരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. 2,301 കോടി രൂപയായിട്ടാണ് ഇത്തവണ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രോസ് NPA പരിശോധിക്കുമ്പോൾ 2% നിന്നും 1.92% കുറയുന്നൊരു സ്ഥിതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്നത്തെ വിപണിയിൽ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 1% ഇടിഞ്ഞാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഓഹരികൾ മുന്നോട്ട് പോകുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ റിസൾട്ടിനെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 1,550 രൂപയിലാണ് കാണുന്നത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ബിക്കം ബെയറിഷ്. നമുക്ക് കറന്റ് ലെവൽസിൽ വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1,700 രൂപയായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ പൂനാവാല ഫിൻകോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഒരു റെക്കോർഡ് നേട്ടത്തിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 519 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ 5.34% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് ആദ്യ മിനിറ്റുകളിൽ തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ്. NBFC സ്ഥാപനമായിട്ടുള്ള ഈ ഒരു കമ്പനി കഴിഞ്ഞ ദിവസം തങ്ങളുടെ ക്വാർട്ടർലി റിസൾട്ട്സുകളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റ് 76.3% ഒരു ഉയർച്ചയോടുകൂടി 265.14 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പൂനാവാലയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ബുള്ളിഷ് ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്കിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ 520, അതിനെ തുടർന്ന് 545. ഒപ്പം ഫെഡറൽ ബാങ്കിന്റെ കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ 0.72% ഒരു മുന്നേറ്റം ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളിൽ നമുക്ക് കാണുന്നുണ്ട്.
പക്ഷേ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് 3% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് റിസൾട്ടിലും നല്ല നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു. ഫെഡറൽ ബാങ്കിലുള്ള സാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഏതൊക്കെയാണ്? ഒപ്പം തന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബുള്ളിഷ് ഓൺ ഫെഡറൽ ബാങ്ക്, ബട്ട് ഫെഡറൽ ബാങ്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 155, 160 ഇതായിരിക്കാം നമ്മളൊരു റെസിസ്റ്റൻസ് പ്രോഫിറ്റ് ടേക്കിംഗ് സോണായിട്ട് വാച്ച് ചെയ്യേണ്ടത്. Again, അതോടൊപ്പം തന്നെ സർ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 31 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. ഇന്നും സൗത്ത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം 1.79% നേട്ടം നൽകുന്നുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ട്സ് തന്നെയായിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അസറ്റ് ക്വാളിറ്റിയിലടക്കം കാര്യമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഷെയർ പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 6 വർഷം എടുത്തു 30 രൂപ എന്നുള്ള ഒരു ലെവൽ മറികടക്കാനായിട്ട് ഈ ഒരു സ്റ്റോക്കിന്. നിലവിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് എക്സലന്റ് ആൻഡ് ഈ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് കാണിക്കുന്ന ഇറ്റ് ഇസ് എ ടേൺ അറൌണ്ട് സ്റ്റോക്ക്. സോ സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സ്റ്റോക്കിന് 35 രൂപയിൽ അതിന്റെ ഓൾ ടൈം ഹൈ നിലനിൽക്കുന്നത്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു ഓൾ ടൈം ഹൈ അത് ബ്രേക്ക് ചെയ്യും. സോ കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്. ബട്ട് പുതിയ ലോങ് പൊസിഷൻ കറക്ഷൻ നടക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇന്നത്തെ ഒരു വിപണിയിൽ ഒരു നേരിയ മുന്നേറ്റത്തിൽ 0.45% ഒരു നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. 1% നേട്ടത്തിൽ 1158 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ ഒരു ഓഹരി മുന്നോട്ട് പോകുന്നത്. ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 18% ഒരു മുന്നേറ്റം ഈ ഒരു ഓഹരിയിൽ നമുക്ക് പ്രകടമാകുന്നുണ്ട്. ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട അക്വിസിഷൻസും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ വരെ എത്തിയിരുന്നു. ആൻഡ് കമ്പനിയിലോട്ട് കഴിഞ്ഞ ദിവസം ടാറ്റ കോഫിയെ മേർജ് ചെയ്തിരുന്നു. ആൻഡ് സ്റ്റോക്കിന്റെ ഔട്ട്ലുക്ക് ഇസ് എക്സ്ട്രീംലി ബുള്ളിഷ്. നമുക്ക് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഏറ്റവും മുഖ്യമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 1200 രൂപയിലായിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന രാമകൃഷ്ണ ഫോർജിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ 751 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ 769 രൂപയാണ് ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയുടെ റിസൾട്ടുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഉയർന്ന വരുമാനത്തിന്റെ പിൻബലത്തിൽ തന്നെ ഈ ഒരു ഡിസംബർ പാദത്തിൽ കൺസോളിഡേറ്റഡ് റവന്യൂവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 86.86 കോടി രൂപ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും കാണാം. രാമകൃഷ്ണ ഫോർജിൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? രാമകൃഷ്ണ ഫോർജിങ്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ദി ഷോർട്ട് ടേം ട്രെൻഡ് ഈസ് സൈഡ് വേസ്. സോ സ്റ്റോക്ക് ഒരു മിഡ് ക്യാപ്പ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നിപ്പോൾ ഭേലിന്റെ ഓഹരികളിൽ ഒരു മുന്നേറ്റം നമുക്ക് പ്രകടമാകുന്നുണ്ട്. 3% ഒരു നേട്ടത്തിൽ 218 രൂപ എന്ന റേഞ്ചിലാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെ ഓഹരികൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 190 രൂപ. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ റിയൽറ്റി സെഗ്മെന്റിൽ നിന്നും ഇന്നലെ ശോഭ ഡെവലപ്പേഴ്സിന്റെ സ്റ്റോക്കുകൾ ഒരു മികച്ച റെക്കോർഡ് നേട്ടം നേടിയിട്ടുണ്ടായിരുന്നു. 1556.75 എന്നുള്ളതായിരുന്നു നേട്ടം. ഇന്നും ശോഭ ഡെവലപ്പേഴ്സിന്റെ ഓഹരികൾ ഒരു നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വർഷം തുടങ്ങിയതിനു ശേഷം 49.53% ഒരു മികച്ച നേട്ടം നൽകിയ ഒരു കമ്പനി കൂടിയാണ് ശോഭ. സോ ശോഭ ഡെവലപ്പേഴ്സിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ബുള്ളിഷ്. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ലോ റിസ്ക് അവസരം ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല.
ഒപ്പം പോളിക്യാബിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിക്യാബിന്റെ ഒരു നെറ്റ് പ്രോഫിറ്റിൽ 16% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് സെയിൽസിലും ഒരു 16 ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. റവന്യൂ 17% വർദ്ധിച്ച് 3,900 കോടി രൂപയായിട്ടാണ് ഇത്തവണ റവന്യൂ ഇനത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പോളിക്യാബിനെ സംബന്ധിച്ച് റീസെന്റ് അവർ ആ സ്റ്റോക്കിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഒരു മുന്നേറ്റം കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. പോളിക്യാബിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പോളിക്യാബിന്റെ കേസിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ കമ്പനിക്കെതിരെ വളരെ സീരിയസ് ആയിട്ടൊരു വാർത്ത വന്നിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിലെ കനത്ത സെല്ലിംഗ് വന്നിരുന്നു. അതിനെ തുടർന്ന് വാട്ട് വി ഷുഡ് ഡു ഇസ് ടോട്ടലി അവോയ്ഡ് ദിസ് കമ്പനി. നമ്മുടെ മുന്നിൽ വേറെ എത്രയോ ലോ റിസ്ക് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓഹരികൾ 2% ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. 369 രൂപ എന്നുള്ള ഒരു നിലയിലാണ് നിലവിൽ ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 6 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് നടത്തിയിരുന്നു. ഫ്രം എ പ്യുവർ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 349 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ഒപ്പം ഇന്ന് റിസൾട്ട് റിലീസ് ചെയ്ത മാസ്റ്റെക്കിന്റെ ഓഹരികളെ സംബന്ധിച്ച് 0.76% ഒരു മുന്നേറ്റം ഇന്നത്തെ വിപണിയിൽ പ്രകടമാകുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ 20% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ നോക്കുമ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഒരു 3% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർജിൻ നോക്കുമ്പോഴും ഒരു മാർജിനൽ ഗ്രോത്ത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഉണ്ടായിട്ടുണ്ട്. 17% ഇത്തവണ അവരുടെ മാർജിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാസ്റ്റെക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താ? ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് മാസ്റ്റെക്കിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 3,100 രൂപ എത്തിയതിനു ശേഷം വി സോ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. പുതിയൊരു ലോ റിസ്ക് ബൈങ് അവസരം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ 3,100 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3,400 അതിനുശേഷം അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 3,700 ആയിരിക്കും അതിന്റെ ഒരു റെസിസ്റ്റൻസ്. ഒപ്പം തന്നെ പ്രദീപ് സാർ, ഇപ്പോൾ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.5% മുകളിൽ ഒരു നേട്ടം കൈവരിക്കുന്നുണ്ട്. ഈ ഒരു സെക്ടറിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വെൽപ്സൺ കോർപ്പിന്റെ ഓഹരികൾ ഒരു റെക്കോർഡ് ഹൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് നേട്ടം എന്ന് പറയുന്നത് 608 രൂപ എന്നുള്ള ഒരു നിലവിലായിരുന്നു ഇന്നലെ ഓഹരികൾ വ്യാപാരം മുന്നോട്ട് പോയിരുന്നത്. ഇന്നിപ്പോൾ വെൽപ്സനെ സംബന്ധിച്ചിടത്തോളം ഓഹരികളിൽ ഒരു നേരിയ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. വെൽപ്സൺ മേലുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? ഹൈ വാല്യുവേഷനിലുള്ള ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണോ? മെറ്റൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ again the outlook continues to be very positive. വെൽസ്പൺ കോർപ്പിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 സെഷൻസിൽ നമുക്ക് 520 രൂപയിൽ നിന്നും 610 രൂപ വരെ ഈ സ്റ്റോക്ക് 4 സെഷൻസിൽ നേട്ടം നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു 560, 570 റേഞ്ചിലെ പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ. ഒപ്പം ഇന്ന് ഇപ്പോൾ അൾട്രാടെക് അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് പ്രോഫിറ്റിലൊരു 70% ഒരു വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്താനായേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. വരുമാനത്തിലും ശക്തമായിട്ടുള്ളൊരു നമ്പേഴ്സൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സിൽ സെയിൽസ് വോളിയത്തിലൊക്കെ തന്നെ ഒരു നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 6% ഒരു വർധന ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ നെറ്റ് റവന്യൂ 8% അടുത്ത ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അൾട്രാടെക് സിമെന്റിന്റെ ഓഹരികളിലേക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അൾട്രാടെക് സിമെന്റിലുള്ള സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൾട്രാടെക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്കിന് 9,700 രൂപയിൽ നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. സ്റ്റോക്ക് ഇസ് കറന്റ്ലി ആ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സ്റ്റോക്ക് മുന്നേറി തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു ടാർഗറ്റ് ഓൾ ടൈം ഹൈ 10,500 റുപ്പീസിന് അടുത്തായിരിക്കും.
ഇന്നലത്തെ വ്യാപാരത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോഴേക്കും നിഫ്റ്റി ഒരു റിക്കവറി മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നിഫ്റ്റി ഫാർമയുടെ ഭാഗത്ത് നിന്നായിരുന്നു 1% ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി സൺ ഫാർമയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ആ ഒരു നേട്ടം നൽകുന്നുണ്ട്. ഇന്നൊരു ന്യൂ 52 വീക്ക് ഹൈയിലാണ് സൺ ഫാർമ 1344 എന്നുള്ള ഒരു ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഫാർമയെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്, പ്ലസ് സൺ ഫാർമയെ കുറിച്ചും? സോ മോസ്റ്റ് ഓഫ് ദ ഫാർമ സ്റ്റോക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ്, നല്ല റിട്ടേൺ നൽകുന്നുണ്ട്. ആൻഡ് സൺ ഫാർമ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഫാർമ സ്റ്റോക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് വൾണറബിൾ ടു US FDA ഇൻസ്പെക്ഷൻ. സോ US FDA വന്നിട്ട് ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ ഫാർമ സ്റ്റോക്സിൽ കനത്ത സെല്ലിംഗ് കാണാറുണ്ട്. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ റിസൾട്ട് വരാനിരിക്കുന്ന മറ്റൊരു ബാങ്കിങ് സ്റ്റോക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്നിപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് 0.47% ഒരു മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്ക് പ്രകടമാക്കുന്നത്. കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 12% അടുത്ത റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്റ്റോക്കിന് 56 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലെറ്റ് us ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ FMCG ഇന്നിപ്പോൾ 0.71% ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. എസ്പെഷ്യലി ഗോദ്രേജ് കൺസ്യൂമർ ഒപ്പം ബ്രിട്ടാനിയ ഇന്നൊരു മികച്ച മൂവ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. ബ്രിട്ടാനിയയെ സംബന്ധിച്ചിടത്തോളം 1.48% ഒരു മുന്നേറ്റം നൽകുന്നു, 5089 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. സോ ബ്രിട്ടാനിയയുടെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ചൊരു നല്ല കറക്ഷന് ശേഷം ബുള്ളിഷായി വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ടാർഗറ്റ് ഏരിയ 5280, അതിനെ തുടർന്ന് 5325. ആൻഡ് മേജർ സപ്പോർട്ട് ഏരിയ 4950 രൂപയിലാണ് കാണുന്നത്. ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റിൽ നല്ലൊരു കറക്ഷൻ ആയിരുന്നു സ്റ്റോക്ക് നേരിട്ടത്. 1070 രൂപയിൽ നല്ല സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഐ തിങ്ക് കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒപ്പം പതിവ് പോലെ താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്നിപ്പോൾ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഫ്രം എ പ്യുവർ മൊമെന്റം അഡാനി വിൽമർ ഉണ്ട്, ജിയോ ഫൈനാൻഷ്യൽസ് ഉണ്ട്, നൈക്ക. ഈ 3 സ്റ്റോക്കും തീർച്ചയായിട്ടും ഐ എം കൺസിഡറിങ് ഇറ്റ്. ആൻഡ് പിന്നീട് നമ്മൾ നേരത്തെ സംസാരിച്ച സുസ്ലോണിൽ ഐ സി എ ബുള്ളിഷ് സെറ്റപ്പ്.